നിന്നിലലിയ. രചന ആഷ്ലി. അവതരണം സാലിം കരുള. കുരിശുമുറ്റത്ത് ജോലിക്കാരി ക്ലാര ഓടിപ്പിടിച്ചെത്തുമ്പോൾ കണ്ടു അടുക്കളയിൽ നിന്ന് ചിക്കൻ കഴുകുന്ന അനുവിന്. അയ്യോ അനുക്കുട്ടി, മോളത് അവിടെ വെച്ചേ, ഞാൻ ചെയ്തോളാം, ഞാൻ വന്നല്ലോ, ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കോളാം ഇത്. ഏയ് അത് സാരല്ലേ ക്ലാരമ്മേ, ഞാനിതിപ്പോൾ കഴുകിത്തരാം. ക്ലാരമ്മ തന്നെ ഇത് കറി വെച്ചോ, അതുപോലെ. ആദ്യം പോയി ആ ബാഗൊക്കെ എടുത്തു വെച്ചിട്ട് വാ. അനു പറഞ്ഞത് കേട്ടതും ക്ലാര വേഗം പോയി തൻ്റെ കയ്യിലെ ബാഗ് അവർക്കായി കൊടുത്തുള്ള മുറിയിൽ കൊണ്ടുവെക്കാൻ പോയി. ജെസിയും ക്രിസ്റ്റീനയും ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വന്നപ്പോൾ അവിടുത്തെ മെയ്ഡായിരുന്ന ക്ലാരയെ അവരുടെ മകന് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് മനഃപൂർവ്വം അനു മാറ്റിയതാണ്, ജെസിക്കിട്ട് പണി കൊടുക്കാൻ. എന്നാൽ ആൽഫീനെയും മറ്റും വന്നതുകൊണ്ട് അനു തന്നെയാണ് രാവിലെ തന്നെ അവരെ വിളിച്ച് തിരികെ ജോലിക്കെത്തണമെന്ന് പറഞ്ഞത്. മോള് വിളിച്ചത് ചടപടേന്ന് രാവിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി പെട്ടെന്ന് വരുമായിരുന്നു ഞാൻ, അതാ താമസിച്ചത്. ഓ എനിക്കങ്ങ് സന്തോഷമായി നിയമോള് വന്നതറിഞ്ഞ്. എത്ര കാലമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതാ. ഒടുവിൽ തിരിച്ചു വന്നപ്പോഴോ ഇരട്ടി സന്തോഷം പോലെ ആയില്ലേ കുഞ്ഞിന്റെ കൂടെയുള്ള വരവ്. എവിടെ ആ ചാക്കര പെണ്ണ്? പപ്പയുടെ കയ്യിലാ അവള്. ഇത്രയും നേരം എൻ്റെ അടുത്തായിരുന്നു. പാപ്പ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവളെ. ഞാനും പാപ്പയും തമ്മിൽ ഇപ്പൊ അടിയാ മോളെടുക്കാനായിട്ട്. ചോദിക്കുന്നത് കേട്ടാനും സന്തോഷത്തോടെ അവരോട് പറഞ്ഞു. അവളുടെ മുഖത്തെ ചിരി കണ്ട് ക്ലാരയ്ക്ക് സന്തോഷമായി. കഴിഞ്ഞ 3 വർഷമായി ഈ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി വേദനിച്ച് കഴിയുകയായിരുന്നു പാവം. നിയമോള് ആ കുട്ടി മിണ്ടിയോ മോളോട്? ക്ലാര ചോദിച്ചതും അത്രയും നേരം ചിരിയോടെ അനുവിൻ്റെ മുഖം മങ്ങി തലയും നാട്ടി ഇല്ലെന്ന് പറഞ്ഞു അവള്. രാവിലെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് അറിയാൻ ഞാനായിട്ട് അങ്ങോട്ടൊന്ന് മിണ്ടി നോക്കി. പക്ഷേ ഞാൻ എന്നൊരാളെ കണ്ടത് പോയിട്ട് എനിക്കൊന്ന് മുഖം പോലും തരുന്നില്ല അവള്. അത് പറഞ്ഞതും അനുവിൻ്റെ തൊണ്ടയൊന്ന് ഇട്ടു. ആ മോള് വിഷമിക്കാതെ, ആ കൊച്ചിന് ഇച്ചിരി സമയം കൊടുക്ക്. എല്ലാവരും കൂടെ വേദനിപ്പിച്ചതല്ല അതിനെ. എല്ലാം മറന്ന് പഴയ പോലെ ആവാനേ അതിന് കുറച്ച് സമയം വേണ്ടി വരും. പിന്നെ ഒന്ന് ഞാൻ പറയാം, 1-2 തവണ അതിനോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ. നല്ല തങ്കം പോലത്തെ കൊച്ചാത്, നല്ല മനസ്സും. ആ കൊച്ചി ക്ഷമിക്കും മോളോട്. ക്ലാര അനുവിൻ്റെ തോളിൽ പിടിച്ച് ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞതും അവളും ഒന്ന് തലയാട്ടി. ആ സമയം പെട്ടെന്ന് നീയയും അങ്ങോട്ട് വന്നു. അവളെ കണ്ടതും ക്ലാര സന്തോഷത്തോടൊന്നും സംസാരിക്കാൻ തുടങ്ങി. ക്ലാരയെ പരിചയമുള്ളത് കൊണ്ട് തന്നെ നീയയും അവരോട് തിരിച്ച് സംസാരിച്ചു. പിന്നെ കിച്ചണിലുള്ള ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കാനായി അവളും അവൾക്കൊപ്പം കൂടി. ഓ എന്നാലും നിന്റെ ധൈര്യം സമ്മതിക്കണല്ലോടി പെണ്ണെ. ഞങ്ങളുടെ ചേക്കനെയും ചതിച്ച് അവന് 100 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി കൊടുത്ത് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതിലടി അവനൊരിക്കല്. എന്നിട്ട് വീണ്ടും ഒരു നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു. കൊള്ളാം. അടുക്കളയിലേക്ക് വന്നു നിന്ന ജെസിയുടെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ നീക്ക നേരെ ഉയർന്നു. അവരുടെ വർത്താനം കാതിലേക്ക് കയറിയതും അതിന് ചെവി കൊടുക്കാതെ തന്നെ കാര്യം ചെയ്തുകൊണ്ടിരുന്നു നീയ. അവൾക്കടുത്ത് നിന്ന് അനുവിനും വിറങ്ങലിച്ചു തുടങ്ങിയിരുന്നു. നീയയിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലെന്ന് കണ്ടതും ജെസി പുച്ഛത്തോടെ ചിരിച്ചു. ജോലിയുടെ അല്ലേ സന്തതി. പണ്ടേ കൊമ്പത്തെ ചെക്കന്മാരെ പിടിക്കാൻ നല്ല മെടുക്കിയായിരുന്നു അമ്മ. അവള് പഠിപ്പിച്ച് വിട്ടതല്ലേ, അപ്പൊ ഏതൊക്കെ പ്രതീക്ഷിച്ചാ മതി. മിണ്ടാൻ നിൽക്കുന്ന നീയെ ചൊറിയാനെന്ന പോലെ വീണ്ടും അവർക്ക് പിറകിൽ ചെന്ന് നിന്ന് ജെസി പറഞ്ഞതും ദേ നിർത്തിക്കോ നിങ്ങള്. അരിഞ്ഞുകൊണ്ടിരുന്ന കത്തി ജെസിക്ക് നേരെ ചൂണ്ടി ദേഷ്യത്തിൽ അലറി നീയ. പെട്ടെന്ന് തൻ്റെ നേർക്ക് ഓങ്ങി അവളെയും അവളുടെ കയ്യിലെ കത്തിയെയും കണ്ട് ഒരു നിമിഷം പകച്ചു പോയി ജെസി. നിൽക്കുന്നിടത്ത് നിന്ന് 2 അടി പിറകോട്ട് വേച്ചവർ. പല്ല് ഞരിച്ച് അവരെയൊന്ന് ദേഷ്യത്തിൽ നോക്കി ആ കത്തി തിരികെ അവിടുത്തെ ഇട്ടിട്ട് വെട്ടിത്തിരിഞ്ഞ് തിരികെ നടന്നു നീയ. ഓഹോ, കത്തി ചൂണ്ടി കാണിച്ചാൽ ഞാൻ പേടിക്കൊന്ന് കരുതിയോടി. അവളൊരു ശീലാവധി വന്നേക്കുന്നു. കണ്ടെടുത്തെല്ലാം പോയി അഴിഞ്ഞാടി നിന്നിട്ട് ഇപ്പൊ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നേക്കുവാ ഞങ്ങളുടെ ചെറുകനെ തലയെ വെക്കാൻ. ആർക്കറിയാം അതേതവനുണ്ടായതാണെന്ന്. അതിനെ കണ്ട. ജെസി അത് പറഞ്ഞു തീരും മുന്നേ നീയയുടെ കൈ വായിൽ ഉയർന്നു പൊങ്ങി. ജെസി കണ്ണുകൾ രണ്ടും കൂട്ടിയടിച്ച് മുഖത്ത് കൈവച്ച് പോയി. ഒരു നിമിഷത്തെ പകപ്പ് മാറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തനിക്കല്ല അടി വീണതെന്ന്. കണ്ണുകൾ ആഞ്ഞു വലിച്ചു തുറന്ന് അവർ നോക്കിയതും കണ്ടു കൈ കുടിഞ്ഞ് സംഹാര രൂപിയെ പോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന നീയയാണ്. അപ്പോഴാണ് നീയക്കടുത്ത് കവളിൽ കൈവച്ച് കണ്ണും പിടിച്ച് അവളെ നോക്കുന്ന ക്രിസ്റ്റീനയെ അവിടെ നിന്നവരെല്ലാം കാണുന്നത്. അടിയുടെ വേദന കൊണ്ട് ക്രിസ്റ്റീനയുടെ മുഖം ചൂളിപ്പോയത് അവളെ കണ്ട എല്ലാവർക്കും മനസ്സിലായി. ജെസി നീയെ പറയുന്നതെല്ലാം ചിരിയോട് അടുക്കള വാതിൽക്കലിൽ നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുവായിരുന്നു ക്രിസ്റ്റീന. അപ്പോഴാണ് നീയെ പുറത്തേക്ക് പോകുന്നതും ജെസി കുഞ്ഞിപ്പെട്ടിനെ കൂട്ടി അനാവശ്യം പറഞ്ഞത്. അടുത്ത നിമിഷം അവർക്ക് നേരെ തിരിഞ്ഞ് നീയെ കണ്ടു. അടുക്കള മറവിൽ നിൽക്കുന്ന ക്രിസ്റ്റീനയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ജെസിയുടെ വാക്കുകളിൽ ഉയർന്നു പൊങ്ങിയ അമർഷം മുഴുവൻ അവൾ തീർത്തത് ക്രിസ്റ്റീനയുടെ കരണമുഖച്ചായിരുന്നു. ഡീ നീ എൻ്റെ മോളെ തല്ലിയോ?
ജെസി നീയേക്ക് നേരെ ചെന്നതും തല്ലി. ഒന്നല്ല, വേണമെങ്കിൽ ഇനിയും തല്ലും ഞാൻ. അമ്മയും മോളും കൂടി എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ നിങ്ങളുടെ ഈ പുഴുത്ത നാവ് കൊണ്ട് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറഞ്ഞാ നിങ്ങളാ നശിച്ച നാവ് ഞാൻ പിഴുതെടുക്കും, പറഞ്ഞേക്കാം. മുഖമെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന ദേഷ്യത്തിൽ തനിക്ക് നേരെ വിരൽ ചൂണ്ടി പറയുന്ന നിയേക്കാണ് ജെസ്സി ഒന്ന് പതറി. പൂച്ചയെ പോലെ മിണ്ടാതെ നിന്നിരുന്ന നിയയിൽ നിന്നും ഇപ്പൊ തനിക്ക് മുന്നിൽ ഈ കാണുന്നവൾ കാണുകെ അവരുടെ കണ്ണ് തള്ളിപ്പോയി. ക്രിസ്റ്റീനയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തനിക്ക് മുന്നിൽ നേരെ എന്ന് പോലും ഒരക്ഷരം മിണ്ടാത്തവളാണ്. നിയയുടെ ഈ രൂപം കണ്ട് അവൾ ഞെട്ടിയിരുന്നു. നിനക്ക് തന്ന ഈ അടി നിന്നെ തളക കൊടുക്കാൻ എനിക്ക് അറിയാൻ മേലാണ്ടല്ല. ഇവരെൻ്റെ അമ്മയുടെ കൂടപ്പിറപ്പാ. എൻ്റെ അമ്മ മരിക്കും വരെ ഇവരെ ചേച്ചി എന്നാ വിളിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഇവർക്ക് നേരെ കൈ പൊക്കാതിരുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ നാവിൽ നിന്നും എൻ്റെ മോളെപ്പറ്റി വല്ലതും പറഞ്ഞാ ആ ബന്ധം എന്നേക്കുമായി ഞാൻ അങ്ങ് മറക്കും. അതോർത്താ നന്ന് അമ്മയും മോളും. ദേഷ്യം കൊണ്ട് പിറക്കുന്ന മുഖത്തോടെ ഞെട്ടി നിൽക്കുന്ന ജെസ്സിയെയും ക്രിസ്റ്റീനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞ് നീയെ തിരിഞ്ഞു നടന്നു. പിന്നൊരു കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം അവളുടെ അപ്പനെ ബോധിപ്പിച്ചിട്ടുണ്ട് ഞാൻ. വേറെ ആരോടും അത് ബോധിപ്പിക്കേണ്ട ആവശ്യം നീക്കില്ല. മാത്രമല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോവാനായിട്ട് നിങ്ങളെപ്പോലെ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന് അട്ടിപ്പേര് കിടക്കുവല്ല ഞാൻ. എന്നെ കൈപിടിച്ച് കയറ്റിയവൻ ഈ വീട്ടിലുണ്ട്. അവരായിട്ട് പോകാൻ പറയും വരെ ഞാനും എൻ്റെ കുഞ്ഞ് ഈ മുറ്റത്തുണ്ടാവും. ഇത് എൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ട മണ്ണാ. തിരിഞ്ഞു നിന്ന് അത്രയും കൂടെ പറഞ്ഞ് തിരിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ആളവൾ കണ്ടേ. കൈകൾ മാറോട് പിണിച്ചു കെട്ടി അവിടെ ഹാളിലെ വലിയ തൂണിൽ ചാരി ചിരിയോടെ നിൽക്കുന്നവനെ കണ്ടതും വലിഞ്ഞു മുറുകിയിരുന്ന പെണ്ണിന്റെ മുഖമൊന്ന് അയഞ്ഞു. അടുത്ത നിമിഷം അവനടുത്തേക്ക് ഓടിച്ചു എന്ന് നീയാ. ആൽഫി അവളൊരു കൈ കൊണ്ട് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഞാൻ കുരിശുപറ്റത്ത് ആൽഫിയുടെ പെണ്ണ് തന്നെയാ. തന്നെ നോക്കി കണ്ണു നിറച്ച് ഉറപ്പോടെ പറയുന്നവളെ നോക്കി അവനൊന്ന് ചിരിച്ചു. എന്നാൽ മുന്നിൽ നിൽക്കുന്ന അമ്മയെയും മകളിലേക്കും അവന്റെ ദൃഷ്ടി പോയതും അവന്റെ ചുണ്ടിൽ നിന്ന് ചിരി മാഞ്ഞു. അവന് നീല കണ്ണുകളിൽ ദേഷ്യത്തിന്റെ ചുവപ്പ് രാശി പടർന്നു. ആൽഫിയെ കണ്ട ജെസ്സിയും ക്രിസ്റ്റീനയും നെടുങ്ങിപ്പോയി. പ്രേതത്തെ കാണുമ്പോൾ ഇരുവരും നിന്ന് നിൽപ്പിൽ വിറക്കാൻ തുടങ്ങി. ക്രിസ്റ്റീന മുന്നിൽ നിന്ന് വിറക്കുന്നവളെ നോക്കി ആൽഫി അലറിയതും ഒച്ച വെളിയിൽ വരാത്ത പോലെ ശ്വാസം വിലങ്ങിപ്പോയി ക്രിസ്റ്റീനയുടെ. നീ ഓഫീസിൽ നിന്ന് എടുത്ത പണം എത്രയാ? അവന്റെ ചോദ്യം കേട്ടതും ക്രിസ്റ്റീനയുടെ ഉള്ളിൽ വെള്ളിയടി വെട്ടി. നിന്നോടാ ചോദിച്ചേ? ആൽഫിയുടെ ശബ്ദം വീണ്ടും ഉയർന്നതും 4.5 കോടി രൂപ അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അത് കണക്കിലുള്ളത്, അത് കഴിഞ്ഞിട്ടുള്ളതോ? ആൽഫിയുടെ കണ്ണുകൾ കൂർത്ത് നെറ്റി ചുളുക്കി അവൻ ചോദിച്ചത് കേട്ട് ക്രിസ്റ്റീന മുന്നിലിറക്കി. 6 കോടി 30 ലക്ഷം രൂപ. പതിഞ്ഞ ശബ്ദത്തിൽ തലകുമ്പിട്ട് ക്രിസ്റ്റീന പറഞ്ഞത് കേട്ട് ജെസ്സി അവളെ ഞെട്ടി നോക്കി. ആ കണക്ക് അവർക്ക് പുതിയ അറിവായിരുന്നു. അടുക്കളയിൽ നിന്ന് ക്ലാര ഞെട്ടിലൂടെ വാപൂത്തിയതും നിയയുടെയും അനുവിന്റെയും ചുണ്ടിലൊരു പൂച്ചച്ചിരിയായിരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ച മട്ടിൽ. 48 മണിക്കൂർ, അതായത് 2 ദിവസം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ എനിക്ക് ആ പണം തിരികെ കിട്ടിയിരിക്കണം. മനസ്സിലായോടി? അതൊരു അലർച്ചയായിരുന്നു. അവൻ്റെ ആ താക്കീതിന്റെ പോലുള്ള അറിഞ്ഞവൾ. മനസ്സിലായി. വിറയിലോടെ പറഞ്ഞ അവളെയും അവൾക്കടുത്ത് നിൽക്കുന്ന ജെസ്സിയെയും പൂച്ചത്തോടെയൊന്ന് നോക്കിയിട്ട് ആൽഫി നീയെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അല്ല ക്ലാരമ്മേ, ക്രിസ്മസിന് ഇനിയും 1 മാസം കൂടി ഇല്ലേ? അടുക്കള ഡോറിൽ ചാരിയെന്ന് അകത്തേക്ക് നിൽക്കുന്ന ക്ലാരയെ നോക്കി കളിയോട് അനു ചോദിച്ചതും ഉണ്ടല്ലോ അനുക്കുട്ടി. ചിരിയോടെ ക്ലാര അവർക്ക് മറുപടി കൊടുത്തു. പക്ഷെ എൻ്റെ നാത്തൂനെ ഇപ്പോഴേ കമ്പത്തിരി പൊടിച്ചു തുടങ്ങി. ഇനി എന്താണാവോ അത് പൂത്തിരിയും മാലപ്പടക്കൊക്കെ ആകുന്നേ. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ചേട്ടായിയുടെ വക അമ്മട്ട് പൊട്ടുന്നത് ഉറപ്പായി. ക്രിസ്റ്റീനയെ നോക്കി കളിയാക്കിക്കൊണ്ട് അനു പറഞ്ഞതും ക്രിസ്റ്റീന ദേഷ്യത്തോടെ അവളെ നോക്കിയിട്ട് തിരിഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി. അവൾക്ക് പിറകെ ജെസ്സിയും. ഇവരൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന ഭാവത്തിൽ അനു പോയവരെ പുച്ഛത്തോടെ നോക്കി. എനിക്കങ്ങ് ദേഷ്യം തീരുന്നില്ല. വേണ്ടെന്ന് വെച്ച് മിണ്ടാ നിന്നതാ ഞാൻ. അപ്പൊ പിന്നെ മെക്കിട്ട് കയറാൻ വന്നു. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിച്ചേനെ. പക്ഷെ എൻ്റെ അമ്മ, എൻ്റെ അമ്മയും കുഞ്ഞ് ഇവരോട് എന്ത് തെറ്റാ ചെയ്ത്? സായി കേട്ടപ്പോഴും അത്രയും പറഞ്ഞ്. പിന്നെ അവൾക്കുള്ള ആടി ഞാൻ ഓങ്ങി വെച്ചിട്ട് കാലങ്ങളായതാ. ആൽഫിക്കൊപ്പം മുറിയിലെത്തിയത് മുള്ളിലെ കലി തീരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു നീയ. ജെസ്സിയെയും ക്രിസ്റ്റീനെയും അത്രയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് പിറകെ അകത്തേക്ക് വന്ന ആൽഫി കാണുന്നത് മുറിക്കകത്ത് കൂടി പിച്ചിയും പേയും പറഞ്ഞ് നടക്കുന്ന പെണ്ണിനെയാണ്. പൊതുവെ സമാധാനപ്രിയ അവളുടെ ഈ രൗദ്രഭാവം ഒരിക്കൽ കണ്ടതാണ്. അതോർത്തതും അവൻ ചിരിച്ചു പോയി. എന്നിട്ട് വായടക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പെണ്ണിനെ നോക്കി. ഉടുത്തിരിക്കുന്ന കോട്ടൺ സാരിയുടെ തുമ്പ് കൈവിരലിൽ കൊണ്ട് പിടിച്ചും വലിച്ചും വിടുന്നൊക്കെയുണ്ട്. മുഖമൊക്കെ ചുവന്ന് വലിഞ്ഞ് കയറി നിൽപ്പാണ്. ഉള്ളിലെ ദേഷ്യമാവാം ആ ചെഞ്ചുണ്ണുകൾ വിറക്കുന്നുണ്ട്. അനിയന്ത്രിയമായി അവൻ്റെ കാലുകൾ അവളിലേക്ക് അടുത്തു.
ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാ എന്റെ മമ്മയാണ് സത്യം. അമ്മയുടെ ചേച്ചിയാണെന്നോ പ്രായമുള്ള സ്ത്രീയാണെന്നോ ഞാൻ നോക്കില്ല. മുഖം അടിച്ച അവർക്കിട്ടൊന്ന് കൊടുക്കും ഞാൻ, ഉറപ്പാ. ആരിശത്തോട് അതും പറഞ്ഞുകൊണ്ട് നീയെ തിരിഞ്ഞതും കാണുന്നേ തനിക്ക് തൊട്ടു പിന്നിലായി നിൽക്കുന്നവനെയാണ്. അവളിൽ നിന്നും ഒരടിയുടെ വ്യത്യാസത്തിൽ നിന്ന് തന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നവനെ പെട്ടെന്ന് കണ്ടതും ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് പോയി പെണ്ണ്. ഇച്ചായ, കുഞ്ഞു കണ്ണുകൾ മിഴിച്ച് വിറച്ചുകൊണ്ട് അവൾ വിളിച്ചു കഴിഞ്ഞതും അടുത്ത നിമിഷം പെണ്ണിന്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ആൽഫി. ആ ഏങ്ങിപ്പോയുടെ നാവിൽ നിന്നൊരു ആർദ്രനാദം പുറത്തേക്ക് വന്നു. ആൽഫിയുടെ പെണ്ണിന്റെ ഇന്നത്തെ പെർഫോമൻസ് കലക്കി. അതിന് സമ്മാനം തരുതിച്ചായൻ. ചുണ്ടിലൊളിപ്പിച്ച കുസൃതിച്ചിട്ട് അവൻ ചോദിച്ചതും അത്രയും അടുത്തറിയുന്ന അവന്റെ സാന്നിധ്യത്തിൽ പിടഞ്ഞ കണ്ണുകളാൽ നീ അവന് നോക്കി. തരട്ടെ? അവളൊന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ ചോദിച്ചതും എന്താ പെട്ടെന്ന്? വിറയലോടെ പെണ്ണ് ചോദിച്ചു. പെട്ടെന്നല്ല പെണ്ണ്, ഈ ഒരു സമ്മാനം നിനക്ക് തരണം എന്ന് കൊതി തൂങ്ങിയിട്ട് ഒരുപാട്. ഇനിയും വൈകിച്ചാലേ ഈ ചായന്റെ കൺട്രോൾ പോകും. അതുകൊണ്ട് തരട്ടെ ഞാൻ. മെഴുക് പോലെ മിനുസമുള്ള അവളുടെ കവളുകളിലൂടെ വിരലോടിച്ച് പെണ്ണിന്റെ ചൂണ്ടത്ത് കൊണ്ട് വിരൽ വെച്ചവൻ ചോദിച്ചതും നിയയുടെ ഹൃദയമിടിപ്പ് ആവേശത്തോടെ അടിക്കാൻ തുടങ്ങി. എടുത്തോട്ടെ പെണ്ണെ. കാറ്റ് പോലെ പതിഞ്ഞ സ്വരത്തിൽ അവൻ സമ്മതം ചോദിച്ചത് നിയയുടെ ചുണ്ടുകളും അറിയാതെ വിടർന്നു. മുന്നിൽ നിൽക്കുന്നത് തന്റെ പ്രിയപ്പെട്ടവനാണ്, തന്റെ പ്രാണൻ. നിയയുടെ കുഞ്ഞു കണ്ണുകൾ അവന്റെ നീലമിഴികളിൽ തന്നെ നോക്കി സമ്മതമെന്ന പോലെ തലയാട്ടി ഒന്ന്.